ചേലാട് സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിനെതിരെ പരാതികളും ആക്ഷേപങ്ങളും ശക്തമാകുന്നു. നിർമ്മാണം വൈകുന്നതിലെ കാരണം വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുൻ മന്ത്രി ടി.യു. കുരുവിള ആവശ്യപ്പെട്ടു. ടി.യു. കുരുവിള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ചേലാട് സ്റ്റേഡിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. 5.65 കോടി രൂപ അനുവദിച്ച് ആദ്യഘട്ട നിർമ്മാണങ്ങളുടെ ഭാഗമായി ചുറ്റുമതിൽ, തടനിരപ്പാക്കൽ എന്നിവ തുടങ്ങിയതാണ്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന് 3 കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 4,43,00,000 രൂപയും പിന്നീട് 2 ഘട്ടമായി അനുവദിച്ചിരുന്നു. മെട്രോ നഗരങ്ങളെക്കാൾ അനുകൂല ഘടകങ്ങൾ ഒത്തുവന്നിട്ടും ചേലാട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാവാത്തത് ഖേദകരമാണെന്ന് മുൻമന്ത്രി ടി.യു. കുരുവിള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ചേലാട് ഇന്റർനാഷണൽ സ്റ്റേഡിയം കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങി സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ച് നടപ്പാക്കി അവിടത്തെ റോഡും അതുപോലെ തന്നെ കല്ലുകളിലൊക്കെ പൊട്ടിച്ച് സ്ഥലം നിരപ്പാക്കി കൂടാതെ ഭൂതത്താങ്കത്തിൽ നിന്നും വരുന്നതായ ശുദ്ധജലം കനാൽ നിന്നും നാച്ചുറൽ സോയിൽ വെള്ളമൊഴുക്കി സ്വിമ്മിംഗ് പൂളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ബോയ്സിനും ഗേൾസിനും, അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്ക് അത്യാവശ്യമായ എന്തെങ്കിലും ആവശ്യമായ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ആവശ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി കോളേജും അതോടൊപ്പം തന്നെ ഒരു ഡെന്റൽ കോളേജും ചേലാടിനോട് സമീപിച്ച് എന്ന ആയുർവേദ മെഡിക്കൽ കോളേജും അതുപോലെ കോതമംഗലത്ത് മൾട്ടി ആശുപത്രികൾ ഉണ്ട്. ഇത് കൂടാതെ തന്നെ കോതമംഗലം ഒരു കാലത്ത് കോതമംഗലം സ്പോർട്സിൻ്റെ കൊണ്ട് തലസ്ഥാനമെന്ന് അറിയപ്പെട്ടിരുന്നു. കോതമംഗലത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ MA കോളേജിൽ വലിയ വിശാലമായ സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാർബേസൽ സ്റ്റേഡിയവും സെൻറ് ജോർജസ് സ്റ്റേഡിയവും നിർമ്മിച്ചിട്ടുണ്ട്. 10 വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ മുടങ്ങിക്കിടക്കുകയാണ്. പലവട്ടം നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമുയർന്നിട്ടും സർക്കാർ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ടി.യു. കുരുവിള ആവശ്യപ്പെട്ടു. മീഡിയ 60 കോതമംഗലം.